ഞാൻ കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങി ഒരു പടക്കുതിരയ്ക്കൊപ്പമാണ്. അപ്പോൾ വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്കൊരു ചായക്കടയിലേക്ക് കയറി ചായ കുടിച്ചോണ്ട് തുടങ്ങാം അല്ലെ? കണ്ണൂര് വരുമ്പോ ഈ ഞാൻ കുടിക്കാറില്ല. ചായ കുടിക്കാറില്ല? ഇല്ല, കട്ടൻ ചായ കുടിക്കാത്ത കമ്മ്യൂണിസ്റ്റ് ആണോ? നിങ്ങളുടെ കൂടെ ചേർന്നിട്ട് ഒരു ചൂടുവെള്ളം, ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കാം. അത് കൊള്ളാം. കട്ടൻ ചായ കുടിക്കാത്തൊരു കമ്മ്യൂണിസ്റ്റ് ആണ്. കട്ടൻ ചായയോട് അപ്രിയം ഉണ്ടായിട്ടില്ല. കോവിഡിന് ശേഷമാണ് പിന്നെ ഈ ഇരുന്നാട്ടെ ചായ ഇത്യാദികളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാണ്. കോവിഡിന് ശേഷം അതിന് മുമ്പ് കുടിക്കുമായിരുന്നു? അതിനു മുമ്പൊക്കെ കുടിക്കാറുണ്ട്. കട്ടൻ ചായ കട്ടൻ ചായ കുടിക്കും. പലപ്പോഴും നമ്മുടെ ഒരു നാട്ടിലെ ആൾക്കാരുടെ ഒരു തോന്നലേ ഈ കട്ടൻ ചായ കമ്മ്യൂണിസ്റ്റുകാരുടെ ദേശീയ ഭക്ഷണമാണ്, ദേശീയ പാനീയവും പരിപ്പുവട കമ്മ്യൂണിസ്റ്റുകാരുടെ ദേശീയ ഭക്ഷണവുമാണ് എന്ന് പറയാറുണ്ട്. അത് രണ്ടും ഭക്ഷണ പദാർത്ഥങ്ങളുടെ കൂട്ടത്തിൽ നല്ല ഭക്ഷണം തന്നെ. പക്ഷെ അത് മാത്രമാണ് കമ്മ്യൂണിസ്റ്റുകാർ കഴിക്കാറ് എന്ന് പറയുന്നത് ശരിയില്ല. വ്യത്യസ്തമായ ഭക്ഷണങ്ങളുണ്ടല്ലോ. ആ വ്യത്യസ്തമായ ഭക്ഷണങ്ങളിലെല്ലാം നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണം, അതും നാടൻ ഭക്ഷണം, അതൊക്കെ കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ. ജനാജനേട്ട കണ്ടാണല്ലോ, ഞങ്ങളുടെയൊക്കെ നാട്ടില് നന്നായിട്ട് ചായയും നല്ല വറുത്ത പൊരിച്ച പലഹാരങ്ങളും അത്യാവശ്യം നല്ല ബീഫൊക്കെ കൂട്ടി പൊറോട്ടയൊക്കെ പിടിക്കുന്ന ഒരാളെ പോലെ. അതെല്ലാം ഒഴിവാക്കിയിട്ട് കുറച്ചായി. ഞാൻ രാവിലെ ഒരു ഹെർബൽ പ്രൊഡക്റ്റ് ആണ്, ഒരു ലിക്വിഡാണ് രാവിലെ കഴിക്കുക. അത് കഴിഞ്ഞാൽ ഉച്ചവരെ ഈ ചൂടുവെള്ളം കൊണ്ടുപോകണം. ഉച്ചക്ക് പിന്നെ ഭക്ഷണം കഴിക്കും. ആ ഭക്ഷണം ആവട്ടെ മുത്താറിയുടെ ഒരു പുട്ടാക്കിയിട്ടാണ് കഴിക്കാറ്. മുത്താറി ഉച്ചക്ക്. അപ്പൊ സാധാരണ നമ്മൾ ഈ നമ്മുടെ ചോറ് കഴിക്കാറില്ല. ചോറ്, മത്തി, കപ്പ ഇതൊക്കെ ഒഴിവാക്കിയ. മത്തി കഴിക്കും. കപ്പയൊക്കെ വളരെ അത്യാവശ്യം. കോവിഡിന് ശേഷമാണോ? കോവിഡിന് ശേഷം. കോവിഡിന് മുമ്പേ ഈ മുത്താറി തുടങ്ങിയത്. തിരുവനന്തപുരം ജീവിതമാണ് മുത്താറിയിലേക്ക് എത്തിച്ചത്. വേറെ അങ്ങനെ നേതാക്കൾ ആരെങ്കിലും ഉണ്ടോ മുത്താറി മാത്രം കഴിക്കുന്നത്? അധികം ആളുകൾ അറിയില്ല. ഉച്ചയ്ക്ക് ഞാൻ വീട്ടിൽ നിന്ന് പാചകം ചെയ്ത ഈ മുത്താറി പുട്ട് ഓഫീസിൽ കൊണ്ടുപോയി അവിടുന്ന് കഴിക്കും. അന്നേരം അവിടെയുള്ളവര് കാണുമല്ലോ. മുത്താറി പുട്ടാണ് ഉച്ചയ്ക്ക് കഴിക്കുക. കുറെ നാളെ ഇപ്പൊ ലഞ്ച് കഴിപ്പില്ല. അപ്പൊ കല്യാണത്തിനൊക്കെ പോയി എന്ത് ചെയ്യും? അവിടെയാണ് കുറച്ച് പ്രയാസം. അപ്പോ അവിടെ കുറച്ച് പച്ചക്കറിയും മറ്റുമൊക്കെ ആയിട്ടുള്ള ഐറ്റം ഉണ്ടാവും. അപ്പം ഹെൽത്തിൽ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. വളരെ ലളിതമായ ഒരു ഹെൽത്ത് ഡേറ്റ്. അതെ അല്ലേ? അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ കണ്ട എം വി ജനായിട്ട് കണ്ട അങ്ങനെ പറയുന്നില്ലല്ലോ അല്ലേ? നമ്മുടെ നാട്ടിലേക്ക് ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് ഭക്ഷണ പ്രിയനാണ് എന്ന് നമുക്ക് പലപ്പോഴും തോന്നും. എനിക്കൊരു തെറ്റിദ്ധാരണയാണ്, അത് മാറി കിട്ടി. അപ്പൊ കട്ടൻ ചായ ഇപ്പൊ കുടിക്കുന്നില്ല, നല്ല പാലുള്ള ചായ കുടിക്കുന്നില്ല, നല്ല ചൂടുവെള്ളം എപ്പോഴും കുടിക്കും അല്ലേ? അപ്പൊ എന്താ ഒരു ചൂടുവെള്ളവും, ഒരു കടുപ്പത്തിലൊരു ചൂടുവെള്ളം, പിന്നെ കടുപ്പത്തിലൊരു ചായ. കടുപ്പം വേണമല്ലോ, രാഷ്ട്രീയത്തിലും വേണം അല്ലേ? കടുപ്പത്തിലൊരു ചൂടുവെള്ളം അർജുൻ കല്യാണിന്റെ വക, കടുപ്പത്തിലൊരു ചായ എനിക്ക്. അപ്പോ അർജുന കടുപ്പത്തിലൊരു കാപ്പി കുടിച്ചു. അപ്പൊ കടുപ്പത്തിലൊരു ചൂടുവെള്ളവുമായി നമ്മൾ കുറച്ച് കടുപ്പമുള്ള കാര്യങ്ങൾ കൂടി ഇനി പറയാൻ പോവാണ്. അപ്പോ ഇന്നത്തെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പല വാർത്തകളുണ്ടെങ്കിലും കണ്ണൂരിലെ എതിർ സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യമാണ് പ്രധാനപ്പെട്ടത്. ഇപ്പൊ ഇന്നലെ 12 സ്ഥാനാർത്ഥികളുടെ പട്ടിക വന്നു BJPയുടെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി സർപ്രൈസ് ആയിട്ട് വന്നത് അനിൽ ആന്റണിയാണ്, പത്തനംതിട്ടയിൽ. പക്ഷെ ഇപ്പോഴും കണ്ണൂരില് C രഘുനാഥ് വന്നു, പഴയ DCC സെക്രട്ടറിയാണ്. കോഴിക്കോട് വന്നേക്കുന്നത് സലാമ, അദ്ദേഹം ലീഗിന്റെ പ്രതിനിധിയായി വൈസ് ചാൻസലറായതാണ്. 12 പട്ടിക കേരളത്തിൽ പ്രഖ്യാപിച്ചത് 3 പേര് UDF കുടുംബത്തിൽ നിന്നാണ്. എന്താ അഭിപ്രായം? ഇല്ല, അനുദിനം കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കുള്ള ഒഴുക്കാണ് നമ്മൾ കാണുന്നത്. രാഷ്ട്രീയ മൂല്യങ്ങൾ, ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും കാലത്തുണ്ടായ രാഷ്ട്രീയ മൂല്യങ്ങളുണ്ടല്ലോ, അത് മതനിരപേക്ഷത സംരക്ഷിക്കുക, മതസൗഹാർദ്ദം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുക എന്നതിനപ്പുറം രാഷ്ട്രീയത്തിൽ ചില എത്തിക്സ് ഉണ്ട്. വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തെ വഞ്ചിക്കാൻ പാടില്ല. ഇപ്പൊ കോൺഗ്രസിൽ നടക്കുന്നത് ഒരു കൂറുമാറ്റമാണ്. ഈ മാസം തന്നെ 36 കോൺഗ്രസ് നേതാക്കന്മാർ കോൺഗ്രസ് വിട്ട് BJP പോയി. അതിൽ കോൺഗ്രസിന്റെ ദേശീയ നേതാവ് എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ശ്രീ AK ആന്റണി അറിയപ്പെട്ടത് രണ്ടാമനായിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു നേതാവിന്റെ മകൻ തന്നെ BJPയിലേക്ക് പോയത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തിരിച്ചടിയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് നിർവഹിക്കേണ്ട മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയ നിലപാടിൽ വെള്ളം ചേരുന്നതിന് കാരണം ഈ ഒഴുക്കാണ്. ഈ ഒഴുക്കെന്ന് പറയുന്നത് നിലവിലുള്ള MLAമാരും MP മാരും കോൺഗ്രസ് നേതാക്കന്മാരുമാണ് പോകുന്നത്. ജാർഖണ്ഡിൽ ഏക കോൺഗ്രസ് MP-യാണ് മുൻ മുഖ്യമന്ത്രി മധുകോടിയുടെ ഭാര്യ മറുകണ്ഠം ചാടിയത്. അപ്പൊ ഇത് കോൺഗ്രസ് സ്വീകരിക്കുന്ന മൃദു ഹിന്ദുത്വ നിലപാടിന് ഫലമായി ഉണ്ടാവുന്നതാണ്. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല എന്നതുകൊണ്ടാണ് ആ നിലപാട് കോൺഗ്രസിനെ തീവ്ര ഹിന്ദുത്വത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു പാർട്ടിയായിട്ട്
മാറ്റിയത്. അതോടൊപ്പം ഇതാണ് കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുന്നതെങ്കിൽ പള്ളി പൊളിച്ച സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കുന്ന നിലപാട് BJPയോടൊപ്പം കോൺഗ്രസ് സ്വീകരിക്കുമെങ്കിൽ പിന്നെ എന്തിനാ ഞങ്ങൾക്ക് കോൺഗ്രസ് പോയിക്കൂടെ എന്ന് കമൽനാഥ് ചിന്തിക്കുന്നതിൽ എന്താ തെറ്റ്? അപ്പൊ ഇത് കണ്ണൂരിൽ പ്രതിഫലിക്കും. ഈ കൂട്ടക്കൂടും തീർച്ചയായും സാധ്യത കോൺഗ്രസിന്റെ, പ്രത്യേകിച്ച് കെ സുധാകരൻ എനിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യം, എനിക്ക് വേണമെന്ന് തോന്നിയാൽ BJPയിലേക്ക് പോകും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹം പിന്നീട് പറഞ്ഞു, ഞാൻ BJPയിൽ പോകാൻ വേണ്ടിയല്ല പറഞ്ഞിരുന്നത്, അത് എന്റെ സ്വാതന്ത്ര്യമാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പോകണം എന്നുള്ളത്. പിന്നീട് കെ സുധാകരനെ വീണ്ടും തെരഞ്ഞെടുത്തു കണ്ണൂര്. കെ സുധാകരൻ ഇപ്പോഴും കണ്ണൂരിൽ കരുത്തുറ്റ നേതാവ് തന്നെയാണ്. അദ്ദേഹമാണ് മത്സരിക്കുന്നതെങ്കിൽ മത്സരം ശക്തമാകും. മത്സര രാഷ്ട്രീയ നയങ്ങൾ തമ്മിലുള്ളതാണ്. തീർച്ചയായും ആ രാഷ്ട്രീയ നയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാനാർത്ഥികൾക്ക് ഒരു സ്ഥാനമുണ്ട്, അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഭരണഘടന സംരക്ഷിക്കുന്നവർ ഒരു പക്ഷത്തും ഭരണഘടനയെ തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ മറുപക്ഷത്തുമാണ്. ആ പക്ഷത്ത് കോൺഗ്രസിനെ നമുക്ക് കൂട്ടാളിയായി കാണാൻ കഴിയും BJPയുടെ. അതാണ് താങ്കൾ സൂചിപ്പിച്ച കെ സുധാകരന്റെ പ്രതികരണം. അത് ഒറ്റപ്പെട്ട ഒരു പ്രതികരണമല്ല. അത് മാത്രമാണെങ്കിൽ പറയാം, ഏത് രാഷ്ട്രീയത്തിൽ ചേരണമെന്നത് എന്റെ സ്വാതന്ത്ര്യമാണ്, ഏത് മതത്തിൽ ചേരണമെന്ന് ഭരണഘടന ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് പോലെയുള്ള സ്വാതന്ത്ര്യമാണെന്ന് പറയാം. പക്ഷെ അദ്ദേഹം RSSന്റെ ക്യാമ്പ് നടത്താൻ സഹായിച്ചു എന്ന് പറഞ്ഞു, ശാഖയ്ക്ക് കാവൽ നിന്നു. അദ്ദേഹം ഏറ്റവും ഗൗരവമായ ഒരു വിലയിരുത്തൽ നടത്തിയത് ചരിത്ര നിഷേധം എന്ന നിലയിൽ നമുക്ക് പറയാവുന്നത് ജവഹർലാൽ നെഹ്റു RSSുമായി സന്ധി ചെയ്തു എന്നുള്ളതാണ്. ഈ നിലപാടിനോട് കണ്ണൂരിൽ ഒരുപാട് ഗാന്ധിയൻ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന, നെഹ്റുവിന്റെ ചിന്തകളോടൊപ്പം ഇന്നും ഉറച്ചു നിൽക്കുന്ന ആ കോൺഗ്രസ് തലമുറയിൽപ്പെട്ടവർ എതിർപ്പുണ്ട്. ആ എതിർപ്പ് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള വികാരമായിട്ട് മാറും. അതായത് അത് തെരഞ്ഞെടുപ്പിൽ പ്രചരണ വിഷയമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും തീർച്ചയായും രണ്ടാമതൊരു പ്രധാനപ്പെട്ട നിരപേക്ഷ പക്ഷത്തുള്ള ജനങ്ങളെ ഒന്നിപ്പിക്കുക എന്ന രാഷ്ട്രീയമാണ് അതിലൂടെ ഞങ്ങൾ കാണുന്നത്. ശരി, അപ്പോൾ അത് വളരെ ക്ലിയർ ആണ്. കെ സുധാകരൻ ഒരുപക്ഷെ പാർലമെന്റിലേക്ക് പോയാൽ അടുത്ത തവണ തിരിച്ച് കണ്ണൂരിലേക്ക് വരുന്നത് കോൺഗ്രസുകാരനായിട്ടായിരിക്കുമോ എന്ന ഒരു സംശയം പ്രകടിപ്പിക്കും. അതെ, BJPയിലേക്കുള്ള ഒഴുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന പരിസ്ഥിതിയിൽ കോൺഗ്രസിന് വോട്ട് ചെയ്താൽ അത് BJPക്ക് ഗുണം ചെയ്യുന്നതും, കോൺഗ്രസിന്റെ ഒരാൾ ജയിച്ചാൽ അയാൾ നാളെ BJPയിലേക്ക് എത്തുന്നതുമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ്. അത് ഒഴിവാക്കണമെന്ന് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകം കണ്ണൂരിലെ ലീഗുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ ലീഗിന് വളരെ നിർണായകമായ സ്വാധീനം 4 മണ്ഡലങ്ങളിലുണ്ട് കണ്ണൂര്. ലീഗിലെ അണികളിൽ ചിലരോട് ഇന്നലെ സംസാരിക്കുമ്പോൾ അവരിൽ പലരും രാജ്യസഭാ സീറ്റിൽ തൃപ്തരായിരുന്നു. പക്ഷെ കണ്ണൂരിൽ ഒടുവിൽ താൻ മത്സരിക്കുന്നില്ല എന്ന് ആദ്യഘട്ടത്തിൽ മത്സരിക്കുമെന്ന സൂചന നൽകി കെ സുധാകരൻ അവരെ വഞ്ചിച്ചോ എന്നൊരു കാര്യത്തിൽ അവർക്കൊരു ആശയക്കുഴപ്പമുണ്ട്. എങ്ങനെയാണ് MV ജയരാജൻ അതിനെ കാണുന്നത്? അല്ല, ലീഗ് സമീപകാലത്ത് സ്വീകരിച്ച സമീപനങ്ങളെ നമ്മൾ നോക്കിയാൽ കോൺഗ്രസിന്റെ എല്ലാ നിലപാടിനോട് യോജിക്കുന്നില്ല. ഉദാഹരണത്തിന് സഹകരണ സ്ഥാപനങ്ങളെ തകർക്കും വിധത്തിൽ EDയെ പരവതാനി വിരിച്ച് കൊണ്ടുവരുന്നതിനോട് കോൺഗ്രസ് യോജിച്ചപ്പോൾ പരസ്യമായി ലീഗ് അതിൽ ഭിന്നാഭിപ്രായം രേഖപ്പെടുത്തി. പാലസ്തീൻ വിഷയത്തിൽ കോൺഗ്രസുകാർ ലീഗിനെ ഒരു ഐക്യദാർഢ്യ റാലി നടത്തുന്നതിൽ നിന്ന് വിലക്കാൻ പരിശ്രമിച്ചപ്പോൾ അതിനോട് അവർ യോജിച്ചില്ല. കോൺഗ്രസിന്റെ നേതാവ് കൂടിയായ ആര്യാടൻ ഷൌക്കത്ത് അലിയുടെ പേരിൽ ഈ പാലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചപ്പോൾ നടപടിയെടുത്തതിനോട് ലീഗിന് യോജിപ്പില്ല. സമീപകാലത്ത് നോക്കിക്കഴിഞ്ഞാൽ മുന്നണിയെ ശിഥിലമാക്കുന്ന ചില നിലപാടുകൾ കോൺഗ്രസ് സ്വീകരിച്ചു വരുന്നതിൽ അങ്ങേയറ്റം പ്രയാസവും ബുദ്ധിമുട്ടും ലീഗിനുണ്ട്. അത് ഏറ്റവും ഗൗരവമായ രീതിയിൽ പ്രതിഫലിക്കുന്ന മണ്ഡലങ്ങളിൽ മൂന്നാമത്തെ സീറ്റ് എന്ന് പറയുന്ന പ്രശ്നവും പ്രതിഫലിക്കുന്ന ഒന്നുകൂടിയാണ്. മാത്രമല്ല, കണ്ണൂർ കോർപ്പറേഷൻ മേയർ പാതി സമയം കഴിഞ്ഞാൽ കോൺഗ്രസ് ലീഗിന് കൊടുക്കേണ്ടതാണ്. അതാണ് വ്യവസ്ഥ. അത് കൊടുത്തില്ല ആ സമയത്ത്. അത് ആഭ്യന്തരമായ തർക്കത്തിനിടയാക്കി. അവസാനം ലീഗ് ബഹിഷ്കരിക്കുമെന്നുള്ള ഒരു നിലയിലേക്ക് എത്തി. ലീഗ് പരസ്യമായിട്ട് തന്നെ അഭിപ്രായം പറഞ്ഞു, ഞങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഇതെല്ലാം തന്നെ സാധാരണ ലീഗിന്റെ പ്രവർത്തകന്മാരിൽ ആശങ്കയുണ്ടാകും. ശരിക്കും കെ സുധാകരൻ ആദ്യം മത്സരിക്കുമെന്ന് പറഞ്ഞത് ലീഗിന് ആ സീറ്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ്.
അതവര് പറയേണ്ട കാര്യമാണ്. അതിപ്പോ ഞങ്ങൾക്കറിയില്ല. അത് ഇന്നർ പാർട്ടി ഡിസ്കഷനിലൂടെയോ ഇന്നർ മുന്നണി ഡിസ്കഷനിലൂടെയോ വരുന്ന ഒരു കാര്യമാണ്. കണ്ണൂർ വെച്ചിരുന്നു. വയനാട്, കണ്ണൂർ, കോഴിക്കോട് പിന്നെ അവർ വിട്ടു. കാരണം എം കെ രാഘവനാണ് മത്സരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഉണ്ടെങ്കിൽ ലീഗിന് അവർ വേണം. പക്ഷെ പിന്നെ കണ്ണൂരാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. അതെ അതെ, അത് പരസ്യമായിട്ട് തന്നെ അവർ പറഞ്ഞതാണ്. ലീഗുകാര് കണ്ണൂർ സീറ്റിന് അവകാശവാദം ഉന്നയിക്കത്തക്ക നിലയിൽ അവരുടെ വോട്ടിന്റെ സ്വാധീനമൊക്കെ അവർ പറഞ്ഞതാണ്. കണ്ണൂരിലെ ലീഗിന്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും കണ്ണൂരിൽ ലീഗിന്റെ സ്ഥാനാർത്ഥി ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അപ്പൊ അതെല്ലാം ലീഗിന്റെ ആളുകളുടെ ഇടയിൽ സ്വാഭാവികമായ പ്രതികരണങ്ങൾ സൃഷ്ടിക്കുമെന്ന് മാത്രമല്ല, ഈ കോൺഗ്രസ് കൂട്ടത്തോടെ BJPയിലേക്ക് പോകുന്നതിനോട് മുന്നണിയെ ശിഥിലമാക്കുന്ന ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചതെന്നും കുഞ്ഞാലിക്കുട്ടി ഏറ്റവും ഒടുവിൽ പത്രസമ്മേളനം നടത്തിയപ്പോ ഇന്ത്യ എന്ന കൂട്ടായ്മയിൽ കോൺഗ്രസിന്റെ സ്ഥാനത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താ, കോൺഗ്രസ് നമ്മൾ പ്രതീക്ഷ രീതിയിൽ ഇന്ത്യയെ ശക്തിപ്പെടുത്താൻ പ്രവർത്തനം നടത്തുന്നില്ലെന്നും അത് വേണമെന്ന് രാജ്യത്തിന്റെ ആവശ്യമാണ് എന്ന് പറഞ്ഞു. അത് കാരണം ഇന്ത്യയെ കാണാതെയാണ് അവര് 5 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ നിലപാടുകൾ സ്വീകരിച്ചത്. ഇനി ഒരു കാര്യം കൂടി, ഇപ്പോ കെ സുധാകരൻ അങ്ങനെ മത്സരിക്കുന്നില്ല എന്ന് വെക്കും. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചന അനുസരിച്ച് കെ സുധാകരൻ മത്സരരംഗത്തില്ല. ഒരുപക്ഷെ ജയന്തോ അതല്ലെങ്കിൽ അബ്ദുൾ റഷീദോ ആയിരിക്കും മത്സരിക്കാനായിട്ട് എത്തുക. ഒരു സിറ്റിംഗ് MP ആ സ്ഥാനത്ത് മത്സരിക്കാതെ പോകുന്നത് അങ്ങനെയാണെങ്കിൽ കണ്ണൂരിൽ മാത്രമായിരിക്കും. അത് കെ സുധാകരൻ പരാജയഭീതി കൊണ്ട് പോകുന്നതായിരിക്കും. സ്ഥാനാർത്ഥി ആരെന്ന് തീരുമാനിക്കേണ്ടത് ആ പാർട്ടിയുടെയും മുന്നണിയുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥിയെക്കുറിച്ച് മറ്റൊരു സ്ഥാനാർത്ഥിയായി ഞാൻ പറയുന്നത് ഉചിതമല്ല. മുന്നണിയുടെ രാഷ്ട്രീയത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവരുടെ. പക്ഷെ മണ്ഡലത്തിൽ കെ സുധാകരന്റെ പ്രകടനത്തെക്കുറിച്ച് താങ്കൾക്ക് വിലയിരുത്താമല്ലോ, അതെങ്ങനെയായിരുന്നു? കഴിഞ്ഞ 5 വർഷം ഒരു MP-യുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. അത് എല്ലാവരും പറയുന്നുണ്ട്. രാഷ്ട്രീയത്തിന് പക്ഷെ അദ്ദേഹം KPCC പ്രസിഡന്റിന്റെ നിലയിൽ തികഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ തന്നെയായിരുന്നു. അതാവാം, അതിലാരും തർക്കവും. നിങ്ങൾ തികച്ചും സുഹൃത്തുക്കളാണല്ലോ അല്ലെ? കെ സുധാകരൻ, MP ജയരാജൻ കണ്ടാൽ നല്ലപോലെ മിണ്ടും, സംസാരിക്കും, ചായ കുടിക്കും, അങ്ങനെ നിയമസഭയിൽ ഒന്നിച്ചുണ്ടായിരുന്നല്ലോ. അതിനുശേഷവും കണ്ടാലൊക്കെ മിണ്ടുന്നതിൽ തർക്കമില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചില ചടങ്ങുകൾ നടന്നപ്പോൾ ഞാൻ പോയിട്ടുമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ വീട് ഉൾക്കൊള്ളുന്നത് ഞാൻ പണ്ട് പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലമാണ്. എന്റെ വീട്ടിൽ നിന്ന് അധികം ദൂരെയല്ലാത്തതാണ്. അതിലൊരു പ്രശ്നം അദ്ദേഹം ഈ പറയുമ്പോഴെല്ലാം KPCC പ്രസിഡന്റ് പദവിയിലുള്ളയാളാണ്, അദ്ദേഹത്തിന് അങ്ങനെ കൂടുതൽ സമയം മണ്ഡലത്തിൽ ചെലവഴിക്കാൻ കഴിയുമോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു ഉദാഹരണം ഗോവിന്ദ മാഷാണ്. ഗോവിന്ദ മാഷ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി. പക്ഷേ തളിപ്പറമ്പിൽ അദ്ദേഹം എല്ലാ വികസന കാര്യങ്ങളിലും ഇടപെടും. ഈ അടുത്ത കാലത്ത് ആ മണ്ഡലത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ നിരവധിയാണ്. അതെ, എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ജനങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോ ഒരു നേതൃനിരയിൽ നിൽക്കുന്നയാൾ മണ്ഡലത്തെ അവഗണിക്കണമെന്നല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. നേതൃനിലയിലുള്ള കടമ നിർവഹിക്കുമ്പോൾ തന്നെ മണ്ഡലത്തെ ശ്രദ്ധിക്കണം. ഒറ്റ ഉദാഹരണം പറയാം. ശ്രീമതി ടീച്ചർ അന്ന് MP ആകുന്ന സമയത്ത് CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും മഹിളാ രംഗത്ത് സംസ്ഥാന നേതാവുമായി. അവര് 5 വർഷത്തിനിടയിൽ 26 കോടി രൂപ പ്രാദേശിക വികസന നിധിയിൽ നിന്ന് ചെലവഴിച്ചു. അത് റെക്കോർഡാണ്. 98% ഫണ്ടിന്റെ വിനിയോഗം. എന്ന് മാത്രമല്ല 901 പദ്ധതികൾക്ക് ഭരണാനുമതി നൽകിയപ്പോൾ 899 പൂർത്തീകരിച്ചു. എന്നിട്ടാണ് MP സ്ഥാനത്ത്. ഇപ്പോൾ എന്താ സ്ഥിതി? 5 വർഷം 27% ഫണ്ടിന്റെ വിനിയോഗം. 27%. അത് ഏറ്റവും കുറവ് വിനിയോഗിക്കപ്പെട്ടത് കണ്ണൂരിലാണ്. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ MP പ്രാദേശിക ഫണ്ടിന്റെ വിനിയോഗം കണ്ണൂരിലാണ്. പിന്നെ പാർലമെന്റിലെ ഹാജർ നോക്കാം. ഒരു നേതാവ് എന്നുള്ള നിലക്ക് പാർലമെന്റിൽ പിന്നെ ഹാജരാവണല്ലോ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ നേതാക്കൾ അവിടെ ഉണ്ടാവണല്ലോ, എങ്കിലല്ലേ അവർക്ക് ഇടപെടാൻ കഴിയുക. 51% ഹാജർ. ടീച്ചറെ ഹാജരോ 85 മുതൽ 88% വരെയുള്ള ഹാജരാണ് ടീച്ചർ. ചർച്ചകളിലെ പങ്കാളിത്തമോ ആകെ 16 ചർച്ചകളിലാണ് പങ്കെടുത്തത്. ഇതെല്ലാം 5 വർഷം കൊണ്ട്. ടീച്ചറോ അതിന്റെ 10 ഇരട്ടിയിൽ കൂടുതലാണ്. ഇതൊരു താരതമ്യം ജനങ്ങൾ നടത്തുമ്പോൾ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അപ്പൊ ജനപ്രതിനിധി എന്ന നിലയിൽ കണ്ണൂരിൽ വികസന കാര്യത്തിലായാലും പാർലമെന്റിലെ പെർഫോമൻസിന്റെ കാര്യത്തിലായാലും കഴിഞ്ഞ 5 വർഷം ഒരാളുണ്ടായി എന്നത് ജനങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇനി CPM പ്രതിരോധത്തിൽ നിൽക്കുന്ന 2 പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. ഒന്ന്
ഭരണ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിലിപ്പോൾ ഞാൻ മാർക്കറ്റിലൂടെ വരികയായിരുന്നു. അപ്പോൾ മാർക്കറ്റ് പറയുന്ന സാധനങ്ങൾക്ക് വലിയ വിലക്കയറ്റമില്ല ഈ വെളുത്തുള്ളിക്കൊഴിച്ച്, പക്ഷേ ആൾക്കാരുടെ കയ്യിൽ പണമില്ല. ഇപ്പോൾ 7 മാസത്തെ കുടിശ്ശിക പെൻഷനുണ്ട്. ചരിത്രത്തിലാദ്യമായിട്ട് ശമ്പളം മുടങ്ങിയിരിക്കുന്നു സംസ്ഥാന ജീവനക്കാർക്ക്. അവരുടൻ തന്നെ ഒറ്റ ദിവസം ശമ്പളം മുടങ്ങിയപ്പോൾ തന്നെ അത് വലിയ വാർത്തയായി മാറുകയും ചെയ്തു. ഇനി തിങ്കളാഴ്ചയാണ് അവരിൽ പലർക്കും പണം കിട്ടുക. അപ്പോൾ അങ്ങനൊരു സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു അന്തരീക്ഷം ഉള്ളതുകൊണ്ട് ഈ ഒരു ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് അടിത്തട്ടിലുണ്ട് എന്നാണ് ഞങ്ങളുടെ സർവേയും പറയുന്നത്. പക്ഷേ ആ ഭരണവിരുദ്ധ വികാരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് പരിഹരിച്ചാൽ വിരുദ്ധ വികാരം ഇല്ലല്ലോ, പരിഹരിച്ചാൽ അത് അനുകൂല വികാരമായിരിക്കുമല്ലോ. അതായത് ഒറ്റ പ്രശ്നമാണെങ്കിൽ ആ പ്രശ്നം പരിഹരിച്ചാൽ പരിഹരിക്കും. രണ്ടും പരിഹരിക്കാൻ പോവാണ്. പണം കൊടുക്കും കേന്ദ്ര സർക്കാർ. പിന്നെ ശമ്പളം ഇപ്പൊ കൊടുക്കാൻ പോവാണ്. സാങ്കേതിക പിഴവാണ് അത്. കേന്ദ്ര ഗവൺമെന്റിന്റെ സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയറിന്റെ തകരാറ് പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെന്റിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്ത് പരിഹാര നടപടികളിലാണ്. മിക്കവാറും തിങ്കളാഴ്ച ശമ്പളത്തിന്റെയും സർക്കാർ ജീവനക്കാരുടെ പെൻഷന്റെയും പരിഹരിക്കും. ഇനി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് 120 ഉറുപ്പിയേ ഉള്ളൂ. എന്നാൽ 30 മാസം കുടിശ്ശികയാണത്. ഇന്ന് 1600 ഉറുപ്പിയാണ്. അതിൽ കുറച്ചു മാസം കുടിശ്ശികയുണ്ട്. അതിൽ നമ്മൾ തർക്കിക്കുന്നില്ല, സത്യമാണല്ലോ. അതിപ്പം കൊടുക്കും. മൊത്തം കൊടുക്കും അതോ 2 മാസം? അല്ല, കുറച്ച് കൊടുക്കും. കൊടുത്തു തുടങ്ങിയാൽ അത് പരിഹരിക്കാൻ കഴിയും. മുഴുവൻ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു സഹകരണ ബാങ്കുകളിൽ നിന്ന് കടമെടുത്ത് ഒരു പെൻഷൻ കമ്പനിയാക്കിയത്. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മാടായി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കാണ് ആ പെൻഷൻ കമ്പനിയുടെ കൺസോർഷ്യത്തിന്റെ ലീഡർ. അവര് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി പണം പിരിച്ച് സർക്കാരിന് കൊടുക്കാൻ ബാങ്ക് ട്രാൻസാക്ഷൻ വഴി നടപടി ആരംഭിച്ചപ്പോഴല്ലേ കേന്ദ്രത്തിന്റെ തിട്ടൂരം വന്നത് കടം വാങ്ങി പെൻഷൻ കൊടുക്കാൻ പാടില്ലെന്ന് മാനേജ്മെന്റ് ആക്ടിന്റെ പരിധിപ്പെടുത്തി. അത് പറഞ്ഞാൽ ധന ഉത്തരവാദിത്ത ബില്ലിൽ ഗവൺമെന്റ് നേരിട്ട് വാങ്ങുന്ന കടം മാത്രമാണ് ഉൾപ്പെടുത്താറ്. NTPCയും നാഷണൽ ഹൈവേ അതോറിറ്റിയും കേന്ദ്ര ഗവൺമെന്റിന്റെ കടമെടുപ്പ് പരിധിക്ക് വെളിയിൽ കടം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെയാണ് ഇവിടെ കിഫ്ബിയും പെൻഷൻ കമ്പനിയും കടം വാങ്ങുന്നത്. പക്ഷേ രണ്ടിടത്തും രണ്ട് നയം. ആ നയത്തെ തുടർന്ന് 3100 കോടി ഉറുപ്പിക യഥാർത്ഥത്തിൽ പെൻഷൻ കൊടുക്കാൻ വേണ്ടി മാറ്റിയ തുക ഇവർ തടഞ്ഞു കളഞ്ഞു. അതായത് 3200 കോടി രൂപ ഈ കൺസോർഷ്യം മാറ്റിവെച്ചു. അതെ, സർക്കാരിന് കൊടുക്കാൻ വേണ്ടി അത് ട്രഷറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇത് ഈ അടിത്തട്ടിലുള്ള ഈ ഇപ്പൊ നമ്മൾ മറിയച്ചേട്ടത്തി എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അത്തരം മറിയച്ചേട്ടത്തിമാരെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നൊരു ഉറപ്പ് സഖാവിന് എന്താ തർക്കം? കാരണം ഈ പെൻഷൻ കൊണ്ട് കുടുംബം പോറ്റുന്നവർക്കറിയാലോ, LDF ഗവൺമെന്റാണ് പെൻഷൻ ഈ 1600 ആക്കിയത് എന്നും മുൻ ഗവൺമെന്റുകൾ 18 മാസവും 30 മാസവും UDF ഭരിക്കുമ്പോൾ കുടിശ്ശികയായിരുന്നു എന്നുള്ളതും അവർക്കറിയാം. ഇപ്പൊ 62 ലക്ഷം പേർക്കാണ് ഈ പെൻഷൻ കൊടുക്കുന്നത്. നേരത്തെ 30-32 ലക്ഷം പേർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇതറിയുന്ന ജനങ്ങൾ കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തിക ഉപരോധത്തിലൂടെ ജനിക്കുന്ന വസ്തുത തിരിച്ചറിഞ്ഞാൽ കുറച്ച് പ്രയാസം ഉണ്ടാവും. കാരണം മാസം തോറും കിട്ടുമ്പോൾ അവരതിനനുസരിച്ച് ഈ പ്രായമുള്ളവർ കാര്യങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടാവും. ആ പ്രയാസമുണ്ടെങ്കിലും ഈ കാര്യങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ അവർക്ക് തിരിച്ചറിയാൻ കഴിയും. മാത്രമല്ല ഇപ്പൊ അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു സർവേ പ്രകാരം സർവേ തള്ളിക്കളയാൻ കണ്ടോ, എന്നാലും ചേട്ടൻ തള്ളിക്കളയെന്ന് എനിക്കറിയാം. എങ്കിലും ശൈലജ ടീച്ചറാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റിയുള്ള CPM ലീഡറായിട്ട് ജനങ്ങൾ കണക്കാക്കുന്നത്. ആ സർവേ ശരിയാണെന്ന് ചേട്ടൻ കരുതുന്നു? തീർച്ചയായും അത് തള്ളിക്കളയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്ന് പറഞ്ഞാൽ ശൈലജ ടീച്ചർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി അവർ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയപ്പോൾ, മഹിളാ അസോസിയേഷന്റെ നേതാവായപ്പോൾ അത് അർഹിക്കുന്ന വിധത്തിൽ ജനകീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ശൈലജ ടീച്ചർ ആദ്യമായി മന്ത്രിയായ ഒരാളാണ്. ടീച്ചർ അന്ന് എനിക്കിത് കഴിയുമോ എന്ന ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്ക് 1-2 കൊല്ലം കഴിയുമ്പോഴേക്ക് ആരോഗ്യവകുപ്പിനെ ശരിയായ വിധത്തിൽ ടീച്ചർ കൈകാര്യം ചെയ്തു. കമ്മ്യൂണിസ്റ്റുകാര് ഏത് പുതുക്കക്കാരെയും അണിനിരത്തുമ്പോൾ അവര് ഒരു കൂട്ടായ്മയുടെ വിജയമാണെന്ന് കാണുന്നവര്, വീണ ജോർജിന്റെ കാര്യത്തിൽ ഇപ്പൊ നോക്കാം, അവരും ഏറ്റവും മിടുക്കിയായ ആരോഗ്യമന്ത്രിയായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ശൈലജ ടീച്ചർ അക്കാലത്ത് കോവിഡ്, നിപ്പ ഇതൊക്കെ വന്നപ്പോ ഉണർന്ന് പ്രവർത്തിച്ചു. ശൈലജ ടീച്ചറിന്റെ ജനപ്രീതി സ്വാഭാവികമാണ്. തീർച്ചയായും
ആ ജനപ്രീതി എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം ചോദിക്കട്ടെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ നമ്മൾ ഇങ്ങനെ എനിക്കറിയാം പരിമിതി ഉണ്ടെന്ന് അറിയാം പാർട്ടിയുടെ ഒരു ചട്ടക്കൂടിനുള്ളിൽ ഇരിക്കുമ്പോൾ കെ ശൈലജ ടീച്ചറിനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് കാണാൻ 27 മുതൽ 33% വരെ ആളുകൾ കേരളത്തിൽ ആഗ്രഹിക്കുന്നു. രണ്ടാം സ്ഥാനത്തുള്ളത് പിന്നീട് UDF സ്ഥാനാർത്ഥി വരുന്നതും പിന്നീടാണ് ബാക്കി പിണറായി വിജയൻ അടക്കമുള്ളവർ വരുന്നത്. അത് പാർട്ടി മനസ്സിലാക്കും. ഇല്ല, ആർക്കും മുഖ്യമന്ത്രിയാകാൻ കഴിയുന്നതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഏത് പാർട്ടി മുഖ്യമന്ത്രിയാകണമെന്ന് തീരുമാനിച്ചാൽ പാർട്ടി എന്ന നിലയിൽ സുസജ്ജമാണ്. ഞാനൊക്കെ പാർട്ടിയുടെ സെക്രട്ടറിയാണ്. അപ്പോൾ പാർട്ടിയുടെ സെക്രട്ടറിയായ ഞങ്ങളൊന്നും സംഘടനാ ഉത്തരവാദിത്വം വിട്ട് മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. വ്യക്തിപരമായ ഞങ്ങളുടെ ആഗ്രഹമല്ല, പാർലമെന്ററി സ്വപ്നങ്ങൾ. അപ്പോൾ സ്വാഭാവികമായും ഗവൺമെന്റും അതുപോലെ തന്നെ സംഘടനാ സംവിധാനവും ഒക്കെ ചുമതലപ്പെടുത്താൻ പറ്റുന്ന ഏതൊരു കമ്മ്യൂണിസ്റ്റും അവർക്ക് മന്ത്രിയാകാനും മുഖ്യമന്ത്രിയാകാനും പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ആര് മുഖ്യമന്ത്രിയാവണം എന്നുള്ളത് ഇമേജ് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമല്ലേ? ഇമേജ് പഴയ കാലഘട്ടത്തിൽ ഇമേജിനും അപ്പുറത്തേക്ക് സംഘടനാ പ്രവർത്തനമാണ് തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡം. 2016 കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. അന്ന് ഇതേ ചർച്ച വന്നിരുന്നു. പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോ കേരളത്തിന് ഏറ്റവും പറ്റാവുന്ന ഒരാളായി അദ്ദേഹം ഭരണത്തിലൂടെ തെളിയിച്ചു കൊടുത്തു. അദ്ദേഹം വൈദ്യുതി മന്ത്രിയായപ്പോ 2 പ്രധാനപ്പെട്ട മുഖ്യധാരാ മാധ്യമങ്ങൾ മുഖപ്രസംഗം എഴുതി. എന്ന് പറഞ്ഞാൽ കഴിവ് തെളിയിക്കാൻ അവസരം കിട്ടിയാൽ ശൈലജ ടീച്ചറെ പോലെ തന്നെ മറ്റുള്ളവർക്കും കഴിവ് തെളിയിക്കാൻ കഴിയും. അവസരം കിട്ടിയാലാണ് സാധിക്കുക. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തി മാത്രമാണ് എന്ന വിലയിരുത്തലോ ആ വ്യക്തി ഈ കഴിവ് തെളിയിക്കാൻ അവസരം കിട്ടിയാൽ മെച്ചപ്പെട്ട ഭരണം നിർവഹിക്കില്ല എന്ന് പറയാനോ പറ്റില്ല. അതുകൊണ്ട് അന്ന് പിണറായി വിജയൻ വരുന്നതിന് മുമ്പ് നടന്ന ചർച്ചയുടെ അതേ രീതിയിലുള്ള ചർച്ചയാണ് ഇപ്പോഴും നടക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ സൂചനകളുള്ളത് പ്രേക്ഷകർ വായിച്ചെടുത്തോളൂ. അപ്പോൾ എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇതിനെ കൊണ്ട് ചൂടുള്ള സമയമാണ്. നല്ല വെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും. ഈ ചൂട് സമയത്ത് ചൂടുവെള്ളം കുടിക്കത്തുള്ളൂ, തണുത്തുവെള്ളം കുടിക്കില്ല. തണുത്ത വെള്ളം ഞാൻ ഒരിക്കലും കുടിക്കില്ല. അങ്ങനെ തണുത്ത് ജയരാജേട്ടനെ കാണണമെങ്കിൽ എപ്പോ വരണം? ഇപ്പൊ ചൂടുള്ള ജയരാജേട്ടനെയാണ് പൊതുവെയുള്ള ആളുകൾക്ക് അറിയാം അല്ലെ? അന്നത്തെ ശുഭൻ പ്രയോഗമില്ലേ? ശരിക്കും ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ അന്ന് പ്രകാശം പരത്തുന്നവൻ എന്ന അർത്ഥം അറിഞ്ഞിട്ട് വിളിച്ചതാണോ? സത്യം പറയണം. ഇല്ല, സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു ലോക്കൽ ഭാഷയിൽ പറയില്ല. കോടതി വിധി അന്ന് വന്നപ്പോ പൊതുനിരത്തുകളിൽ പ്രകടനം നടത്താൻ പറ്റൂല, ഒന്നും ഒത്തുകൂടാൻ പറ്റൂല, നിങ്ങളിവിടെ നിൽക്കുന്നത് നിയമവിരുദ്ധ. ഇതുപോലെയൊരു കാര്യം വന്നാൽ അതൊന്നും പ്രായോഗികമായി നടത്താൻ കഴിയുന്ന ഒരു വിധിയല്ല എന്ന് പറയുന്ന സെൻസിൽ നാടൻ വാക്ക് ഉപയോഗിച്ച് പറഞ്ഞതാണ്. അല്ലാതെ നാട്ടുകാരുടെ ഭാഷയിൽ പറയുന്ന ഒരു കാര്യമാണ്. അത് ഇപ്പോഴും ശരിയാണെന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. എന്നാൽ അതിൽ കോടതി എന്നെ ശിക്ഷിച്ചു. ദുഃഖമൊന്നും എനിക്കുണ്ടായിട്ടില്ല. ജനങ്ങൾ വിലയിരുത്തുക എന്ന സ്റ്റാൻഡാണ് നമ്മളത് സ്വീകരിച്ചത്. എന്നാൽ ആവർത്തിച്ചത് പറയാൻ ഞാൻ നിന്നിട്ടുമില്ല. അതെ, അതാണ് അതിനകത്തൊരു പൊളിറ്റിക്കൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ജയരാജന്റെ സമയമായി 8:15 വരെയാണ് സമയം അനുവദിച്ചിരുന്നത്. താങ്ക് യു ജയരാജേട്ട. അപ്പോൾ ജയരാജനോട് വന്ന് നല്ല കടുപ്പത്തിൽ ചായ കുടിക്കാൻ വിചാരിച്ചു, അത് നടന്നില്ല. പക്ഷെ കടുപ്പത്തിലുള്ള ചൂടുവെള്ളം കുടിച്ചു, കടുപ്പത്തിലുള്ള ചായ കുടിച്ചു, കുറച്ച് കടുപ്പത്തിലുള്ള വർത്തമാനവും പറഞ്ഞു. താങ്ക് യു ജയരാജേട്ട. ഓൾ ദ ബെസ്റ്റ്. നന്നായി തെരഞ്ഞെടുപ്പിനെ നേരിടുക. അപ്പൊ കെ സുധാകരനോ ജയന്തോ അബ്ദുൾ റഷീദോ ഒക്കെ വന്നാൽ ഒറ്റ കാര്യം കൂടി, നമ്മുടെ ഈ രഘുനാഥ് മത്സരിക്കുന്നുണ്ട് DCC സെക്രട്ടറി, വോട്ട് പിടിക്കുമോ? കുറച്ചെങ്കിലും. രഘുനാഥ് എന്തായാലും BJPയുടെ സ്ഥാനാർത്ഥിയാണല്ലോ, കോൺഗ്രസിലായിരുന്നല്ലോ നേരത്തെ. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയുടെക്കെതിരായി UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. ഇപ്പം BJPയുടെ സ്ഥാനാർത്ഥിയായി. ആ പൂർവ്വമാറ്റത്തെക്കുറിച്ച് ജനങ്ങളാണ് വിലയിരുത്തേണ്ടത്. താങ്ക് യു ജയരാജേട്ട. ഓക്കെ, അപ്പോ ജയരാജേട്ടൻ ഇനി അങ്ങോട്ട് പ്രചരണത്തിന്റെ ഭാഗമായി തീരുന്നു. നമ്മൾ